ഈ രാത്രിയിലെ തിരുവചന ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് വായിച്ചത് എഫീസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 15 മുതൽ 21 വരെയാണല്ലോ. ഒരിക്കൽ കൂടി വായിക്കാം. Ephesians 5:15-21. ആകയാൽ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടത്രേ നടപ്പാൻ നോക്കുവീൻ. ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളുവീൻ. ബുദ്ധിഹീനരാകാതെ കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവീൻ. വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പ് ഉണ്ടാകുമല്ലോ. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനു വേണ്ടിയും സ്തോത്രം ചെയ്തുകൊള്ളുവീൻ. ക്രിസ്തുവിൻ്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പീൻ. എഫീസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 15 മുതൽ 21 വരെയുള്ള തിരുവെഴുത്താണ് അല്പസമയത്തെ ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് വായിച്ച തിരുവെഴുത്തുകൾ. നമുക്കറിയാം, ലേഖനങ്ങളുടെ കൂട്ടത്തിൽ 21 ലേഖനങ്ങൾ, റോമാലേഖനം മുതൽ യൂദയുടെ ലേഖനം വരെ 21 ലേഖനങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ലേഖനമാണല്ലോ എഫീസ്യ ലേഖനം. ഇതിന് മലയാളത്തിലൊക്കെ കൊടുത്തിരിക്കുന്ന പദപ്രയോഗം, വിശേഷണ പദപ്രയോഗം ലേഖനങ്ങളുടെ റാണിയാണെന്ന. അതിന് പല കാരണമുണ്ട്. ഒരു കാരണം, ധന്യനായ പൗലോസിന്റെ ആഴമേറിയ ഈടുറ്റ 2 പ്രാർത്ഥന ഈ ലേഖനത്തിലാണ്. 1-ാം അധ്യായത്തിന്റെ 15 മുതൽ 19 വരെയും 3-ാം അധ്യായത്തിന്റെ 14 മുതൽ 19 വരെയും പഠിക്കുമ്പോൾ പൗലോസ് ലീഗായുടെ ഈടുറ്റ ആഴമേറിയ ശ്രേഷ്ഠമേറിയ നാടൻ ഭാഷ, മലയാള ഭാഷ, നാടൻ ഭാഷ പറഞ്ഞ ഊറ്റൻ 2 പ്രാർത്ഥന എഫേസ്യ ലേഖനത്തിലാണ്. കർത്താവിന് മഹത്വം. ആ 1-ാം അധ്യായത്തിന്റെ 15 മുതൽ എന്ന് വായിച്ചു, എല്ലാ ഭാഗത്തേക്കും പോകുന്നില്ല, നമുക്ക് അറിവുള്ള വാക്യമാണ്. Ephesians chapter 1 verse 15-19. അത് നിമിത്തം ഞാനും നിങ്ങൾക്ക് കർത്താവായ യേശുവിലുള്ള നിങ്ങൾക്ക് കർത്താവാകുന്ന യേശുവിലുള്ള വിശ്വാസത്തെ സകല വിശുദ്ധന്മാരോടുള്ള സ്നേഹത്തെയും കുറിച്ച് കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി ഇടപെടാതെ സ്തോത്രം ചെയ്തെന്റെ പ്രാർത്ഥന നിങ്ങളെ ഓർത്തും കൊണ്ട് നമ്മുടെ കർത്താവാകുന്ന യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്താൽ നിങ്ങൾക്ക് ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിന് നിങ്ങളുടെ ഹൃദയ തട്ടി പ്രകാശിപ്പിച്ചിട്ട് അവന്റെ വിളിയാനുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാതനം ഇന്നതെന്നും അവന്റെ ബലത്തിന്റെ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം നിങ്ങൾ ഇന്നതെന്നും അറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. ഇപ്പം റജി ബ്രദർ ഓർക്കും വാക്യം വായിക്കാൻ ചോദിച്ചാൽ അയാൾ തന്നെ പറയാം, വാക്യം ഇനി അയാൾ തന്നെ പറയട്ടെ എന്നല്ല. സമയത്തെയും കൂടെ കണക്കിലെടുത്ത നാളെ കൂടുതൽ സമയം തരാം. അപ്പൊ ശ്രദ്ധിക്കുക. അല്ലെ, യോഗം കഴിയുമ്പോൾ ചെല്ല് പറയും, എന്തിനാ അവിടെ പോയിരുന്ന, അയാൾ തന്നെ പറയുക, നാളെ ഇരിക്കരുതെന്ന കുരുക്കുകാരൊത്തിരി ഉണ്ട്. അപ്പം അതുകൊണ്ട് അതിന് നേരത്തെ ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അപ്പം ശ്രദ്ധിക്കുക, ഈ ലേഖനം വളരെ ഈടുറ്റ ലേഖനമാണ്. ഇത് ലേഖനങ്ങളുടെ റാണിയാകാൻ പല കാര്യങ്ങളിൽ ഒരു കാരണം പൗലോസിന്റെ ആഴമേറിയ 2 പ്രാർത്ഥന ഈ ലേഖനത്തിലാണ്. നിങ്ങൾക്ക് നന്നായിട്ട് വചനം അറിയാം. ഈ പ്രാർത്ഥന നിങ്ങൾ ശ്രദ്ധിച്ചോ? നമ്മുടെ പ്രാർത്ഥനയും പൗലോസിന്റെ പ്രാർത്ഥനയായിട്ട് അജഗജാന്തരമാണ്. നമ്മൾ ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കി പറയാം. നമ്മൾ പ്രാർത്ഥിക്കുന്നതിൽ സിംഹഭാഗവും കൂടുതൽ ഭാഗവും ഭൗതികത്തെ ഊന്നൽ കൊടുത്തിയായി പ്രാർത്ഥിക്കുന്നത്. ഇവിടെ വന്നിരിക്കുന്നവരെല്ലാവരും അങ്ങനെ തന്നെ, ഞാൻ സഹിതം എല്ലാവരെയും പ്രതിക്കൂട്ടിൽ 1-ാം പ്രതി ഞാനാ, പൗലോസ് പറഞ്ഞ പോലെ. നമ്മൾ കൂടുതലും പ്രാർത്ഥിക്കുന്നത് ഭൗതികമായ, മെറ്റീരിയലായ, ലൗകികമായ, ദൃശ്യമായ വിഷയങ്ങൾക്കാണ് കൂടുതൽ ആക്കം കൊടുക്കുന്നത്. എന്നാൽ ഈ ലേഖനത്തിൽ ഈ വാക്യങ്ങൾ ശ്രദ്ധിച്ച് ഭൗതികമായ ഒരു വിഷയത്തിനും അവിടെ ഊന്നൽ കൊടുക്കുന്നില്ല. മുഴുവൻ ആത്മീക വിഷയങ്ങൾ, അകത്തെ മനുഷ്യനെ സംബന്ധിച്ച്, ഉള്ളിലെ ആത്മാവ് സംബന്ധിച്ച്, ആത്മീക വിഷയങ്ങളെ സംബന്ധിച്ചാണ് പ്രാർത്ഥിക്കുന്നത്. ഒരു കാര്യം അറിവുള്ളതാണെങ്കിൽ ഓർപ്പിക്കാം, ദൈവത്തിന് മഹത്വം. നാം ഭൗതിക വിഷയങ്ങൾക്ക് കൂടുതൽ ഊന്നൽ കൊടുത്ത് പ്രാർത്ഥിച്ചാൽ ആത്മീകത്തിന് ക്ഷീണവും വരും, പല ഭൗതിക കാര്യവും നടന്നും വരികയില്ല. എന്നാൽ ആത്മീക വിഷയങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് പ്രാർത്ഥനയിലും ജീവിതത്തിലും മുൻതൂക്കം കൊടുത്താൽ അവൻ അകത്തെ മനുഷ്യൻ ബലപ്പെടുകയും ചെയ്യും. നിന്റെ ഭൗതിക ആവശ്യങ്ങളൊക്കെ നടത്തി തരാൻ ദൈവം വിശ്വസ്തനുമാണ്. പത്രോസിന്റെ ഭാഷയിലൊക്കെ പറഞ്ഞാൽ ജീവനും ഭക്തിക്കും വേണ്ടിയതല്ല. അതെ. അപ്പൊ ഇത് വളരെ ആഴമേറിയ ലേഖനം. എല്ലാ ഭാഗത്തേക്കും പോകുന്നില്ല, സമയത്തെയും കൂടെ ഭയപ്പെടുന്നത് കൊണ്ടാണ്. 6 അധ്യായമുണ്ട്. 1-ാം അധ്യായത്തിൽ ദൈവം നമ്മെ തെരഞ്ഞെടുത്ത വിഷയമാണ്. 2-ാം അധ്യായത്തിൽ തെരഞ്ഞെടുത്തവരെ കൈവിട്ടില്ല, സ്വർഗത്തിൽ കൊണ്ടുവന്ന് ഇരുത്തി. 3-ാം അധ്യായത്തിൽ അപ്രമേയ ധനം, പൊന്നച്ചമ്പാസ്റ്റർ സൂചന തന്നല്ലോ, അപ്രമേയ ധനം. 4-ാം അധ്യായത്തിൽ ദൈവസഭയുടെ 5 തരത്തിലെ ശുശ്രൂഷക വൃന്ദങ്ങൾ.
5-ാം അധ്യായത്തിലെ പല വിഷയത്തിൽ പ്രധാനപ്പെട്ട ഒരു വിഷയം വായിച്ച ഖണ്ഡികയിൽ ആത്മനിറവ് എന്നുള്ള വിഷയമാണ്. 6-ാം അധ്യായത്തിൽ ആത്മീക പോരാട്ടം. ഇങ്ങനെ 6 അധ്യായത്തിൽ പ്രധാനമായിട്ട് 6 വിഷയങ്ങൾ നമ്മൾ ചിന്തിക്കുന്നുണ്ട്. 6 വിഷയമല്ല, 60 വിഷയവുമല്ല. തന്നെയല്ല, നമ്മൾ പെന്തിക്കോസുകാർ വിഷയമില്ലെങ്കിലും വിഷയം ഉണ്ടാക്കാനും മിടുക്കരാ. നമ്മളിരിക്കുന്ന വിഷയം പോലെ വേറെ ആരുടെയും വിഷയങ്ങളുമില്ല. എന്തെല്ലാം വിഷയമായിട്ടാണ് വന്ന് കുത്തിയിരിക്കുന്ന നോട്ടോ ഇരിപ്പും കാണുമ്പോൾ അറിയാം. അപ്പം അതുകൊണ്ട് നിങ്ങൾ വിഷയം നിങ്ങളുടെ കയ്യിൽ ഇഷ്ടം പോലെ ഉണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ആ ഭാഗത്തേക്ക് പോകുന്നില്ല, ഞാൻ എടുത്ത വിഷയത്തോട് ബന്ധപ്പെട്ട്. അപ്പം എന്തായാലും 1-ാം അധ്യായത്തിൽ സർവജ്ഞനായ ദൈവം എന്നെയും നിങ്ങളെയും തിരഞ്ഞെടുത്തു. നാം ദൈവത്തെ തിരഞ്ഞെടുത്തതല്ല, ദൈവം നമ്മെ തിരഞ്ഞെടുത്തതാണ്. ഈ ചിലരുടെ ഇരിപ്പും ഭാവവും നോട്ടവും കണ്ടാൽ അവർ ദൈവത്തെ തിരഞ്ഞെടുത്ത് ഇതിനകത്ത് കയറിയിരിക്കുന്നത് പോലെ. ഞാൻ ദൈവത്തെ തിരഞ്ഞെടുത്തു, ഞാനില്ലായിരുന്നെങ്കിൽ ദൈവം കുഴഞ്ഞാനും. ആ മുഖവും ഞാനൊന്നും പറയുന്നില്ല. ആ ഇരിപ്പും ഭാവവും കണ്ടാൽ ഞാനാണ് ദൈവത്തെ തിരഞ്ഞെടുത്തത്, ഞാൻ പുള്ളിയെ തിരഞ്ഞെടുത്തില്ലായിരുന്നെ പുള്ളി താഴെ വീഴണം, ഞാൻ കാരണം ആ പുള്ളി ഇപ്പോഴും നിൽക്കുന്നത്. പല്ലി ഇരിക്കുമ്പോൾ ഇരിക്കുക നമ്മൾ യോഗത്തിന്. ഞാനുള്ളത് കൊണ്ട് ആ ബിൽഡിങ് മസിൽ പിടിക്കാതെ ഫ്രീ ആയിട്ടിരുന്ന സ്തോത്രമൊക്കെ പറഞ്ഞ് ദൈവത്തെ സ്തോത്രം പറഞ്ഞില്ലെങ്കിലും ഫ്രീ ആയിട്ടിരിക്കും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. ഈ തെരഞ്ഞെടുത്തത് എന്തിനാ? ഫലം കായ്ക്കാൻ. കർത്താവ് വളരെ സ്പഷ്ടമായിട്ട് പറഞ്ഞു, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തതല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തതാ. അത് യോഗ്യതയുള്ളത് കൊണ്ടല്ല, ഒരു യോഗ്യത ഇല്ലാഞ്ഞത് കൊണ്ടാണ്. സ്തോത്രം. ആർക്കേലും അങ്ങനെ ചിന്തയുണ്ടോ? എനിക്ക് യോഗ്യതയുള്ളത് കൊണ്ടാണ് എൻ്റെ ദൈവം എന്നെ തിരഞ്ഞെടുത്തത്. അല്ല, ഒരു യോഗ്യത ഇല്ലാഞ്ഞത് കൊണ്ടാണ്. കാട്ടൊലിവായിരുന്നു, കാട്ടൊലിവിനെ ആ നല്ല ഒലിവിനോട് ഒട്ടിച്ചത്. അതാ ദൈവത്തിൻ്റെ സ്നേഹം. നമ്മൾ നല്ലതിനോട് ഒട്ടിക്കാനാണ് നോക്കുന്നത്. പണ്ട് നാട്ടിലെ ഒരു പദ്യഭാഗം പഠിച്ചു, നളചരിതത്തിലെ ഉണ്ണായി വാര്യർ എഴുതിയതാണ്. നല്ലത് നല്ലതിനോട് ചേരണമെന്ന്. വിഷ്ണുരമയ്ക്കുന്ന ശക്കി ശശാങ്കൻ ഉമയ്ക്ക് ഖരൻ നളൻ ഓർക്കൽ നിനക്കും. നല്ലത് നല്ലതിനോട് ചേരണം. അപ്പം ഞാനും നിങ്ങളുമെല്ലാം, അല്ലെ ലോകം നല്ലതിനോട് ഒട്ടിക്കാൻ നോക്കുമ്പോൾ സർവജ്ഞനായ ദൈവം അവൻ നല്ലതല്ലാഞ്ഞ, ബലഹീനമായ, ഹീനമായ, കൊള്ളുകയലാഞ്ഞ, യാതൊരു ഗുണഗണങ്ങളും ഇല്ലാത്തതിനെ എടുത്താ ഒട്ടിച്ചത്. അപ്പം നമ്മുടെ യോഗ്യത നോക്കിയല്ല, യോഗ്യത ഇല്ലാഞ്ഞത് കൊണ്ട് ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. എപ്പോഴാ തിരഞ്ഞെടുത്തെന്ന് കൃത്യമായിട്ട് പറയാനൊക്കത്തില്ല. അവിടെ ഒരു പദം ലോകസ്ഥാപനത്തിന് മുൻപ്. എന്നാൽ യെശയ്യാ പ്രവചനമൊക്കെ പഠിക്കുമ്പോൾ യുഗാരംഭങ്ങൾക്ക് മുൻപ്. ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല, കർത്താവിന് മഹത്വം. അപ്പോൾ 1-ാം അധ്യായത്തിൽ ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. ഈ തെരഞ്ഞെടുത്ത നമ്മെ കൈവിട്ടില്ല. 2-ാം അധ്യായം പഠിക്കുമ്പോൾ സ്വർഗത്തിൽ കൊണ്ടുവന്നിരുത്തി. 2-7 വായിച്ചു. അത് വായിച്ചാലും വായിക്കാനും കൂടെ ആണല്ലോ. Ephesians chapter 2 verse 7. ക്രിസ്തു യേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. സ്വർഗത്തിൽ ഇരുത്തി. അപ്പോ ഞാനും നിങ്ങളും ഇരിക്കുന്നത് സ്വർഗത്തിലാ. നമ്മുടെ ഇരിപ്പും ഭാവം കണ്ട അറിയത്തില്ല, പെടുകുടിക്കകത്ത് വന്നിരിക്കും പോലെ. എന്നാലും തിരുവചനം പഠിപ്പിക്കുന്നത് സ്വർഗത്തിൽ ഇരുത്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയങ്ങളിൽ സ്വർഗീയ സന്തോഷം നൽകി. യേശു ഉള്ളത്തിൽ വന്നു. ഒരു കാലത്ത് ഈ ഹൃദയത്തിൽ മരണഭീതികളും ചിത്തഭ്രമങ്ങളും ആകുലചിന്തകളും ഭീതികളും മനോദുഃഖങ്ങളും നാനാ ചിന്തകളും വിചാരമൊക്കെ ആയിട്ട് നമ്മൾ വല്ലാതെ പ്രയാസപ്പെട്ടു. എന്നാൽ യേശു ഉള്ളത്തിൽ വന്നപ്പോൾ അത് മുഴുവൻ മാറി. കാരണം തിരുവചനം പഠിപ്പിക്കുന്നത് ക്രിസ്തു നമ്മുടെ സമാധാനം. ആ സമാധാനനായകനാകുന്ന യേശു ഉള്ളത്തിലേക്ക് വന്നപ്പോൾ സകല മനോഭീതികളും ചിത്തഭ്രമങ്ങളും ആകുലചിന്തകളും മാറ്റി നമ്മുടെ ഹൃദയം സന്തോഷം കൊണ്ട് ഇപ്പോൾ നിറഞ്ഞു. സന്തോഷപൂരിതമാണ് നമ്മുടെ ഹൃദയം. യേശു ഉള്ളത്തിൽ വന്നു. നമ്മെ സ്വർഗത്തിൽ കൊണ്ടുവന്ന് ആത്മീയ ഭാഷാ പ്രയോഗമാണ്. സ്വർഗത്തിലിരുത്തിയെന്ന് പറഞ്ഞാൽ സ്വർഗീയ സന്തോഷം കൃത്തടങ്ങളിൽ തന്നെന്ന്. ദൈവത്തിൻ്റെ മഹത്വം. കൊച്ചുകുഞ്ഞുപദേശി പണ്ട് പാടിയൊരു വരിയുണ്ട്, ഈ ഭൂമിയിൽ ഇത്രയും സന്തോഷം ഉണ്ടെങ്കിൽ സ്വർഗത്തിൽ എത്രയോ ആനന്ദം. മാതാവിൻ മക്കളിൽ ബന്ധുക്കളിൽ പോലും കാണാവതല്ലാത്ത ഒരാനന്ദം വന്ന. അപ്പോൾ ആ ആനന്ദമൊന്നും കാണുന്നില്ല. എന്നാലും നിങ്ങൾ വന്നിരിക്കുന്നത് നിങ്ങളെ എല്ലാം അഭിനന്ദിക്കുന്നു. ദൈവത്തിൻ്റെ മഹത്വം. ഈ കാലാവസ്ഥയുടെ പ്രതികൂലത്തിലും ഇന്നലെയൊക്കെ വളരെ പ്രയാസമായിരുന്നെങ്കിൽ ഇത്രയും പേർക്ക് ഒന്നിച്ച് ചേരുവാനിടയായി. നിങ്ങൾ വന്നതിൽ വളരെ അഭിനന്ദിക്കുന്നു. ദൈവം നിങ്ങൾക്കെല്ലാം ദീർഘായുസ്സും നന്മയും തരട്ടെ. ദൈവത്തിൻ്റെ മഹത്വം. എന്നാൽ ഈ ഇരിപ്പ് കണ്ടങ്ങ് പറഞ്ഞെന്നേ ഉള്ളൂ. അപ്പം എന്തായാലും സ്വർഗത്തിൽ കൊണ്ടുവന്നിരുത്തി. അതാ 2-ാം അധ്യായത്തിൽ. ഈ 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അപ്രമേയം തന്നെ ക്രിസ്തുയേശുവിനെ പറ്റി ആ കാര്യങ്ങളെ നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. അത് 4-ാം അധ്യായത്തിൽ ദൈവസഭയുടെ 5 തരത്തിലെ ശുശ്രൂഷക വൃന്ദങ്ങൾ. 4-11 അവൻ ചിലരെ
Ephesians 4:11. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ അവൻ പ്രവാചകന്മാരായും ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായി ഇടയന്മാരായിട്ട് ഉപദേഷ്ടാക്കന്മാരുമായിട്ട് നിയമിച്ചിരിക്കുന്നു. അപ്പോൾ 5 തരത്തിലെ നിയമനം: അപ്പോസ്തലൻ, പ്രവാചകൻ, സുവിശേഷകൻ, ഇടയൻ, ഉപദേഷ്ടാവ്. ഇതിനപ്പുറം ഒരു നിയമനം ഇല്ല. രക്ഷാധികാരിയൊക്കെ നമ്മളുണ്ടാക്കിയതാ. അപ്പച്ചനാണ് സഭയുടെ രക്ഷാധികാരി. അത് മൂപ്പില ഉടക്കുണ്ടാക്കാതിരിക്കാൻ അപ്പോൾ പുള്ളിക്ക് ഒരു സന്തോഷം. പുള്ളി സഭ വിട്ടു പോവുകയില്ല. ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞാൽ മതി നമ്മുടെ രക്ഷാധികാരി വന്നിട്ടുണ്ട്, രക്ഷാധികാരി ഇവിടെ. അപ്പം മൂപ്പിലേക്ക് ഒരു സന്തോഷം. രക്ഷാധികാരി കർത്താവാണ്. കർത്താവ് വളരെ സ്പഷ്ടമായിട്ട് പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയുമെന്ന. പിന്നെ ഉടക്കം പ്രശ്നവും വരാതിരിക്കാനാ സെക്രട്ടറി, ട്രഷറർ, രക്ഷാധികാരി. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നത് നാളെയൊക്കെ യോഗം ഉള്ളതുകൊണ്ട്. അപ്പൊ എന്തായാലും സഭയുടെ പൂർണ്ണ ഉത്തരവാദിത്വം നമ്മുടെ കർത്താവിനാ. യേശുക്രിസ്തു മൂലക്കല്ല്. അപ്പോസ്തലന്മാരും പ്രവാചകനും എന്ന അടിസ്ഥാനത്തിൽ പണിയുന്നത് കമ്മിറ്റിയോ കമ്മ്യൂണിസ്റ്റോ പ്രസിഡന്റോ സെക്രട്ടറി ആരുമല്ല. വചനം അറിയാമല്ലോ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാ. ദൈവത്തിന് ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് പണിതുകൊണ്ടിരിക്കുക. അത് ആത്മീക പണികളും ഭൗതിക പണികളും നടത്തി തരുവാൻ ദൈവം വിശ്വസ്തനാ. ദൈവത്തിന് മഹത്വം. അപ്പോൾ 5 തരത്തിലെ ശുശ്രൂഷക വൃത്തങ്ങളെ സഭയ്ക്ക് ദൈവം തന്നിരിക്കുക: അപ്പോസ്തലൻ, പ്രവാചകൻ, സുവിശേഷകൻ, ഇടയൻ, ഉപദേഷ്ടാവ്. ഇവരുടെ എല്ലാം ശുശ്രൂഷകൾ നമുക്കറിയാം. ആ ഭാഗത്തേക്കൊന്നും ഞാൻ പോകുന്നില്ല. ദൈവത്തിന് മഹത്വം. എന്തിനാ ഇവരെയെല്ലാം ദൈവം തന്നിരിക്കുന്നത്? അപ്പോസ്തലൻ, പ്രവാചകൻ, സുവിശേഷകൻ, ഇടയൻ, ഉപദേഷ്ടാവ്. എന്തിനു ഇവരെ തന്നിരിക്കുന്നു? താഴോട്ടുള്ള വാക്യം പഠിക്കുമ്പോൾ അത് നാമെല്ലാവരും എന്ന് പറഞ്ഞേച്ച് താഴോട്ട് പറയാ. ഒറ്റ വാക്ക് പറഞ്ഞാൽ ഞാനും നിങ്ങളും മുമ്പേ കേട്ടല്ലോ, ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കണം. ഒന്നുകൂടെ പറഞ്ഞാൽ യേശു ക്രിസ്തുവിന്റെ തലയോളം സകലത്തിലും വളരാം. അതിനായി 5 തരത്തിലെ ശുശ്രൂഷകന്മാരെ തന്നത്. പക്ഷെ ഇന്ന് അപ്പോസ്തലനും പ്രവാചകനും അവർ നന്നായിട്ട് വളരുന്നുണ്ട്. സഭയ്ക്ക് വലിയ വളർച്ച ഇല്ല. അവർ നല്ലതുപോലെ വളരുന്നുണ്ട്. പ്രവാചകന്മാരൊക്കെ നല്ലതുപോലെ വളരുന്നുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല, വെറുതെ എന്തിനാ ആലോക്യം ഉണ്ടാക്കുന്നത്. അപ്പോൾ അവർ വളരുകയല്ല, സഭ നന്നായിട്ട് വളരണം. ദൈവത്തിൻ്റെ മഹത്വം. പണ്ട് മല്ലപ്പള്ളി പീലിക്കുഞ്ഞ് ചോദിച്ചതുപോലെ ദൈവാത്മാവിനുണ്ടോ അളിയൻ? അപ്പം അത് ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. പോട്ടെ, ഒക്കുന്നെങ്കിൽ പിന്നെ എങ്ങാനും ഓർപ്പിക്കാം. അപ്പോൾ ഇവര് നന്നായിട്ട് വളരുക, സഭ വളരുന്നില്ല. എന്നാൽ ഈ 5 തരത്തിലെ ശുശ്രൂഷകന്മാരെ സഭയ്ക്ക് ദൈവം തന്നത് ദൈവസഭ ആത്മീകമായി വളരണം. യേശു ക്രിസ്തുവിന്റെ തലയോളം സകലത്തിനും വളരണം. അതിന് 5 തരത്തിലെ ശുശ്രൂഷകരെ ദൈവസഭയ്ക്ക് തന്നിരിക്കുന്നത്. 5-ാം അധ്യായത്തിലെ വിഷയത്തിൽ പ്രധാനപ്പെട്ട വിഷയം നമ്മൾ വായിച്ച കണ്ണികയ്ക്കകത്തുണ്ട്. അതിലെ പെന്തിക്കോസിന്റെ പ്രധാനപ്പെട്ട ഒരു ഉപദേശമാണ് ആത്മനിറവ്. അവിടെ ഒരു പദമുണ്ട്, ആത്മാവ് നിറഞ്ഞവരായി. അങ്ങനെ ആ പദം ഒന്ന് വായിച്ചേ. വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ. ആത്മാവ് നിറഞ്ഞവരായി. അതൊരു പ്രത്യേക പദമാണ്, ഉപദേശമാണ്. ആത്മാവ് നിറഞ്ഞവരായി. എന്തുവാ ഈ ആത്മനിറവ്? ഇപ്പോഴും തർക്കമൊക്കെ നടക്കുന്നത് ആ വിഷയമാണ്. അത് വിശദീകരിക്കുന്നില്ല. അതൊക്കെ നന്നായിട്ട് പറയാൻ കഴിവുള്ളവരുണ്ട്. ആത്മനിറവ് എന്തുവാ ഈ ആത്മനിറവ്? നമ്മളെ ഈ പെന്തിക്കോസുകാർ ചിലർ ധരിച്ചു വെച്ചേക്കുന്നത് ആത്മനിറവ് എന്ന് പറഞ്ഞാൽ മറുഭാഷ പറയുന്നതാണ്. എല്ലാവരുടെയും കാര്യമല്ല. ചിലര് ആത്മനിറവ് നമ്മൾ പറയാം, പുള്ളിക്ക് നല്ല ആത്മനിറവാ, ഉപദേശിക്ക് നല്ല അമ്മാമിക്ക് നല്ല ആത്മനിറവാ, അച്ചായൻ നല്ല ആത്മനിറവ്, പാസ്റ്റർ നല്ല ആത്മനിറവാ. എന്തുവാ ഈ ആത്മനിറവ്? നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത് പടുപടുപടുപോന്ന് അന്യഭാഷ പറയുന്നത് ആത്മനിറവാന്നാ. എതിർക്കുന്നില്ല, പക്ഷേ അന്യഭാഷ അല്ല ആത്മനിറവ്. ചിലരെ ധരിച്ചു വെച്ചിരിക്കുന്ന യോഗത്തിന് വന്ന് പുറകിൽ പമ്മിയിരിക്കുക, യോഗം തീരുമ്പോൾ തുള്ളി മുന്നി വരിക. അതാണ് ആത്മനിറവ്. എന്നാൽ ചിലർ ധരിച്ചു വെച്ചേക്കുന്നത് അതുമല്ല ആത്മനിറവ്. ചിലര് ധരിച്ചു വെച്ചിരിക്കുന്ന ആത്മനിറവ് യോഗത്തിന് വന്ന് അനങ്ങാതിരിക്കുക, ഇടയ്ക്ക് ഗ്ലോറി എന്ന് പറഞ്ഞൊന്ന് ഞെട്ടുക. അതിന് എൻ്റെ ഭാഷ പറഞ്ഞ ആത്മനിറവല്ല, വെട്ടുവാത വന്ന. നാട്ടിലങ്ങനെ ഉണ്ട്, കന്നാലിക്കൊക്കെ ഞെട്ടും. അപ്പം ഇതല്ല ആത്മനിറവ്. വേറെ ചിലര് ആത്മനിറവെന്ന് ധരിച്ചു വച്ചിരിക്കുന്നത് നേരാതിരിക്കുന്നത് അങ്കമ്മയെ തള്ളി താഴെ ഇടുക. അച്ചമ്മയുടെ കാര്യമല്ല ഞാൻ പറഞ്ഞ്, വേറെ കേസുണ്ട്. കാരണം ആ വീട്ടിലോട്ടാണ് ഞാൻ വൈകിട്ട് പോകേണ്ടത്. അപ്പം ചുമ്മാ നിൽക്കുന്ന ആൾക്കാരെ തെള്ളി തെറയിലിടുന്നതല്ല ആത്മനിറവ്. ഛർദിപ്പിക്കുന്നതും കുരയ്ക്കുന്നതും ബഹളം ഉണ്ടാക്കുന്നതും ഒന്നുമല്ല ആത്മനിറവ്. ഓടി നടക്കുന്നത്, നാളെ ഒരാൾ പറഞ്ഞ ആണ്ട് വരുന്ന് പിടിച്ചോളാൻ, അപ്പോൾ അവനെ പുറകോട്ട് വീണു, മറ്റവൻ താഴെയും വീണു. ഞാനെന്തോ നിങ്ങളെ പഠിപ്പിക്കാനാ? അപ്പം ഇതല്ല ആത്മനിറവ്. പിന്നെ എന്തുവാ ഈ ആത്മനിറവ്? ഓളിയം കൂട്ടുന്നതല്ല ആത്മനിറവ്. ഈ ഇവിടെ പിന്നെ അധികം സാധനം അതിനകത്ത് കയറി ഇരുന്ന് അടിച്ചു, അതല്ല ആത്മനിറവ്. അത് തെറ്റാന്നല്ല, ഇതൊന്നും അല്ല ആത്മനിറവ്.
ചെല്ലു പറയാനുണ്ട്, സ്തോത്രം, സാന്നിധ്യം വന്നിട്ട് എനിക്ക് ഒന്നും മിണ്ടാൻ മേലെന്ന്. പേരും സ്ഥലവും ഒന്നും പറയുന്നില്ല, കുമ്പനാട്ട. ഒരാൾക്ക് അദ്ദേഹം ശുശ്രൂഷിച്ചപ്പം പറഞ്ഞു, അദ്ദേഹത്തെ വിളിച്ചു. അപ്പം വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. പുള്ളി സ്റ്റേജൊക്കെ പറഞ്ഞു, ഞാനിവിടെ നിൽക്കാൻ യോഗ്യനല്ല, എനിക്ക് ഒന്നും പറയാൻ അറിയത്തുമില്ല. അപ്പം ഇതെല്ലാം കഴിഞ്ഞ് വെച്ച് പുള്ളി ഇറങ്ങിയപ്പോൾ ഞങ്ങളുടെ വേറൊരു പുള്ളി പറഞ്ഞു, എന്നാൽ അവർ പ്രോഗ്രാം തന്നപ്പോൾ പറയണ്ടേ എനിക്ക് കഴിവില്ലെന്ന്. കഴിവുള്ള ആൾക്കാർ കഴിവുള്ള ധാരാളം ആൾക്കാർ ഉണ്ടല്ലോ. അപ്പോൾ അവർ വിളിച്ചപ്പം പറയണ്ടേ എനിക്ക് കഴിവില്ല, കഴിവുള്ള ഒരാളെ അന്നേരം നീ അപ്പം മറ്റുള്ളവരുടെ സമയം അവർക്ക് അവസരം കൊടുത്തുമില്ല, നിനക്ക് കിട്ടിയ അവസരം വേറൊരു വിഷയത്തിൽ പറഞ്ഞതാ, ഞാൻ ആ ഭാഗം അങ്ങ് വിടുക. അപ്പോൾ ഒരു കാര്യം ദൈവമക്കളോട് പറയാം, നമുക്ക് ലഭിക്കുന്ന അവസരമൊക്കെ നന്നായിട്ട് ഉപയോഗിക്കുക. ദൈവത്തിന്റെ മഹത്വം. ഈ ആത്മനിറവ്, എന്തുവാ ഈ ആത്മനിറവ്? ഉദാഹരണം, എന്നേക്കാൾ പ്രായമുള്ളവരായി ഇവിടെ ഇരിക്കുന്നതിൽ സിംഹഭാഗം ആൾക്കാരും എൻ്റെ പിതാവാകാൻ പ്രായമുള്ളവരും ഇതിനകത്തുണ്ട്. ഉറക്കം വന്നാൽ എന്ത്? വർഷങ്ങളായിട്ടിരുന്ന് ഉറങ്ങുകയല്ലേ? വീട്ടിൽ കിടന്നുറങ്ങുന്ന പോരായിട്ട് യോഗത്തിനും വന്ന് ഉറങ്ങുക. എത്രയോ കൊല്ലമായ ഉറക്കം തുടങ്ങിയിട്ട്. ഉറക്കം എന്നാൽ എന്ത്? പെട്ടെന്നൊരു നിർവചനം പറയാൻ ഒക്കത്തില്ല. പണ്ടൊരു അമ്മയോട് ചോദിച്ചു, അമ്മേ ഉറക്കം എന്നാൽ എന്താ? അമ്മ പറഞ്ഞ് കണ്ണടച്ച് കിടക്കുന്ന ആ ഉറക്കമെന്ന്. അതല്ല ഉറക്കം. ഉറക്കമില്ലാത്തവരും കണ്ണടച്ച് കിടക്കും. അപ്പോൾ കണ്ണടയ്ക്കുന്ന അല്ലല്ലോ ഉറക്കം. ഒരച്ചായനോട് ചോദിച്ചു, അച്ഛാ ഉറക്കം എന്നാൽ എന്താ? പുള്ളി പറഞ്ഞു, കൂർക്കം വലിക്കുന്നതാ ഉറക്കം. അല്ല, വണ്ണവും വയറും ഉള്ളവർ വശക്കേട്ടി കിടന്ന കൂർക്കം വലിക്കുകയും ചെയ്യും. കൂർക്കം വലി അല്ലല്ലോ ഉറക്കം, അല്ല. വേറൊരു സഹോദരി ചോദിച്ചു, സഹോദരി ഉറക്കം എന്നാൽ എന്തോ? എൻ്റെ ഭാഷ ബോധം പോയി കിടക്കുന്നതാ ഉറക്കം. അല്ല, എന്നാ ബോധം, ഈ ഉറക്കമില്ലാത്തവർക്കും ബോധമില്ലല്ലോ. അപ്പം ബോധം പോയി കിടക്കുന്നതല്ല ഉറക്കം. എന്നാൽ ഉറക്കത്തിൽ ഇതെല്ലാം സംഭവിക്കുകയും ചെയ്യാം എന്ന് പറഞ്ഞ പോലെ എന്താ ഈ ആത്മനിറവ്? ബഹളമല്ല, അന്യഭാഷയല്ല, ചാടി നടക്കുന്നതല്ല, തുള്ളുന്നതല്ല, ശബ്ദമുണ്ടാക്കുന്നതല്ല. എന്നാൽ ആത്മനിറവുള്ളവരുടെ ജീവിതത്തിൽ ഇതൊക്കെ സംഭവിക്കുകയും ചെയ്യാം. പിന്നെ എന്തുവാ ഈ ആത്മനിറവ്? നിങ്ങൾക്കറിയാം. അത് മനസ്സിലാക്കണമെങ്കിൽ വേദപുസ്തകത്തിൽ ഒന്നൊരു പ്രയോഗമുണ്ട്, നിറയുവീൻ, നിറകണം, നിറവീൻ, നിറവ്, നിറയുക, ഇങ്ങനെയുള്ള പ്രയോഗമുണ്ട്. നമ്മളെ വേദപുസ്തകത്തിൽ ഒന്ന് രണ്ട് പദങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. അവര് ഭ്രാന്ത് നിറഞ്ഞവരായി, ഒരു പ്രയോഗമുണ്ട്, ഭ്രാന്ത് നിറഞ്ഞവരായി. വേറൊരു ഭാഗത്ത് ഭയം നിറഞ്ഞവരായി, വേറൊരു ഭാഗത്ത് അസൂയ നിറഞ്ഞവരായി. ഇവിടെ വായിക്കുന്നു ആത്മാവ് നിറഞ്ഞവരായി. അപ്പൊ ഭയം നിറയുക, ഭ്രാന്ത് നിറയുക, അസൂയ നിറയുക, ആത്മാവ് നിറയുക. അപ്പൊ ഇത് മനസ്സിലാകാൻ ഒന്ന് രണ്ട് പ്രയോഗം. ഒരു വ്യക്തിയിലെ ഈ കോപം നിറഞ്ഞവരായി, അങ്ങനെയുണ്ട്, കോപം നിറഞ്ഞവരായി. ഞാൻ എപ്പോഴും പറയും, ഭാര്യയും ഭർത്താവും ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായി ബെഡ്റൂമിൽ വെച്ച്, വെളുപ്പിനെ അഭിപ്രായ വ്യത്യാസം. അദ്ദേഹം അല്പം ശുണ്ടിയുള്ള ആളാ. അന്നേരം അദ്ദേഹം ഷൗട്ട് ചെയ്തു, മിണ്ടിപ്പോരെന്ന് പറഞ്ഞു ബോഡിന്ന്. ഇവിടെ അങ്ങനെ പറയാൻ ഒക്കത്തില്ല, പറഞ്ഞവരൊക്കെ കുഴയുകയും ചെയ്തിട്ടുണ്ട്. നാട്ടിലെ രീതി വെച്ചാൽ പല കാര്യവും പറയുന്നത്, ഇവിടുത്തെ രീതി വെച്ച് എന്നെ പൂട്ടരുത്. അപ്പോൾ പുള്ളി ശാസിച്ചു. അപ്പോൾ അല്പം കഴിഞ്ഞപ്പം കുടുംബജീവിതമല്ലേ, പുള്ളിക്കാരി ഒരു കട്ടൻ ഇട്ടുകൊണ്ട് കൊടുത്ത്, അച്ഛാ കട്ടൻ, കട്ടൻ കുട്ടൻ പൊക്കോണം ഞാൻ. പുള്ളി എൻ്റെ ഭാഷയാ. രാവിലെ 5:30 ആയപ്പോൾ കോപം നിറഞ്ഞതാ, അത് പോയിട്ടില്ല. 6:15 കട്ടൻ കൊണ്ടുവന്നപ്പോൾ ആ പുള്ളി പറഞ്ഞു കട്ടൻ കുട്ടൻ. അപ്പോൾ പുള്ളിക്കാരി പെട്ടെന്ന് അങ്ങ് മാറി. 8 മണിയായപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഒരുക്കി വെച്ചു. നാടൻ രീതിയാണ് ഞാൻ പറഞ്ഞത്, അപ്പവും മുട്ടയും. പുള്ളിക്ക് ഇഷ്ടമുള്ളതാണ്. ഉടനെ ചെന്ന് പറഞ്ഞു, അച്ഛാ ബ്രേക്ക്ഫാസ്റ്റ് അപ്പവും മുട്ട. മുട്ട കുട്ട ഞാൻ. അപ്പോൾ പുള്ളി കോപത്തിൽ നിറഞ്ഞിങ്ങനെ നിൽക്കുക, പോയിട്ടില്ല. 9 ആയപ്പോൾ നാട്ടിലെ രീതി വെച്ചാൽ പറഞ്ഞു, 9 ആയപ്പം ചെറുക്കൻ വന്നല്ലേ, പെങ്കൊച്ച് വന്ന് അമ്മയോട് പറഞ്ഞു, മമ്മി വണ്ടിക്കൂലി പപ്പാട്. എൻ്റെ കൊച്ചെ അങ്ങോട്ട് ചെല്ലരുത്, രാവിലെ കയറി അരിജം കയറി ഇരിക്കുക, അതുകൊണ്ട് അതിലേ എങ്ങനെ ഇറങ്ങിപ്പോ, നീ കൂട്ടുകാരോട് 10 രൂപ മേടിയില്ലേ. അവൾ എവിടെ ആണ്ടിരിക്കുന്നത്, അതിലേ പോകരുത്, അതിലേ അങ്ങനെ.
പുള്ളി രാവിലെ 5:30 ബെഡ്റൂമിൽ വെച്ച് കോപം നിറഞ്ഞതാ. ആ നിറഞ്ഞ കോപം മാറിയിട്ടില്ല. ഈ നിറയപ്പെട്ട കോപത്താൽ പുള്ളി ഇങ്ങനെ നടത്തപ്പെട്ടുകൊണ്ടിരിക്കുക. ഒരു വ്യക്തിക്ക് അസൂയ നിറഞ്ഞാൽ ആ വ്യക്തി ഈ നിറയപ്പെട്ട അസൂയാൽ ഇങ്ങനെ നടത്തപ്പെട്ടുകൊണ്ടിരിക്കും. പിണങ്ങാതിരിക്കാമെങ്കിൽ ഒരു കാര്യം പറയാം, പിണങ്ങിയാലും കുഴപ്പമില്ല. ഈ പ്രാർത്ഥിക്കുന്നവർക്കാ കൂടുതൽ അസൂയ എന്ന് എനിക്ക് തോന്നുന്നു. പ്രാർത്ഥിക്കും തോറും, ഉദാഹരണം, നമ്മളൊരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കർത്താവെ വഴി തുറക്കണം, നന്മ കൊടുക്കണം. നമ്മുടെ എല്ലാം പ്രയർ ഗ്രൂപ്പല്ലേ മൊത്തം. ഇപ്പം എല്ലാം പ്രയർ ലൈന്, പിന്നെ എന്തുവാ, ഏതാണ്ടൊക്കെ. ഈ ലൈനിലുള്ള ഒരാൾക്ക് ഒരു ദൈവം ഒരു നന്മ കൊടുത്തേ, നല്ലൊരു വീടും വില കൂടിയ കാറും അല്ലെ ചുറ്റുപാടും കൊടുത്ത ഈ പ്രാർത്ഥിച്ചവർ തന്നെ പറയും, എങ്ങനെ ഒപ്പിച്ചു? ലൈനിലിരുന്ന പുള്ളിക്കാർ തന്നെ. ഇതാ ലൈൻ. ഉടനെ വേറൊരു ലൈൻകാരി പറഞ്ഞു, ആരെയും കമത്തി അടിച്ചതായിരിക്കും. ഉടനെ വേറെ ലോണാന്നോ? മറ്റേ പുള്ളിയോട് കൂടെ പറ്റി നിൽക്കുക, പുള്ളിയെ ചതിച്ചതാന്നാ. നിങ്ങൾ ഇപ്പോൾ പമ്മി ഇരിക്കുക, ഒന്നും അറിയാൻ മേല, എല്ലാം ഗബ്രിയേലും മീഖായേലും വന്നിരിക്കുക യോഗത്തിന്. ഇതെല്ലാം ലൈൻകാർ പറയുന്നതാ. അസൂയ ഉണ്ടെന്ന്. ഒരാളൊരു നല്ല വീട് വെച്ചേ, ഉടനെ നമ്മൾ പറയാം ലോണാന്ന് തോന്നുന്നു. ഇല്ല പുള്ളി ലോണാണ്, മുറി അധികം ഇല്ലല്ലയോ. ഇതിലെ അസൂയ എന്ന് വരുന്ന ഡയലോഗാ. ഉടനെ വേറെ കിച്ചൺ പോരാ. പ്രാർത്ഥിക്കുന്നവരാ ഇതെല്ലാം പറയുന്നത്, മറുഭാഷ പറയുന്നവരാ. സൗകര്യക്കുറവല്ലയോ? ഇതൊന്നും നല്ല മനസ്സോടെ പറയുന്നതല്ല, അകത്ത് മുഴുവൻ അസൂയ ഇരിക്കുക. അതെ. ഇനി ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കി ശുശ്രൂഷകരെയും കൊടുക്കാം. നമ്മൾ പെന്തിക്കോസുകാരല്ലേ? ഒരു ദൈവദാസൻ, അത് നാട്ടിലെയോ ഇവിടത്തെയോ ആരുമാക്കട്ടെ, നന്നായിട്ട് ആത്മനിറവിൽ പരിശുദ്ധാത്മ ശക്തിയിലൊന്ന് ശുശ്രൂഷിക്കട്ടെ. ഉടനെ നമ്മുടെ ആൾക്കാർ പറയും സേവയുണ്ടെന്നാ തോന്നുന്നത്. നീ പ്രാർത്ഥിച്ച ഒരു പരട്ടച്ചൊറി പോലും സൗഖ്യമാകുന്നില്ല. എടേ, അവൻ പ്രാർത്ഥിച്ച് ദൈവം അങ്ങ് അത്ഭുതം ചെയ്യട്ടെ. നമ്മൾ പറയുന്നത് അറിയോ? സേവയുണ്ടെന്നാ. എന്നോടൊരിക്കൽ ഒരാളെ പറ്റി പറഞ്ഞു, പുള്ളിക്ക് സേവയുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സേവയുണ്ട്, കാരണം പുള്ളി കർത്താവിനെ സേവിക്കുന്ന നന്നായിട്ട് സേവയുള്ള ആളാന്ന് പറഞ്ഞു. ഞാൻ ആ ഭാഗത്ത്, ഇതല്ലേ അസൂയ എന്ന് വരുന്ന സംസാരങ്ങളാണ്. അപ്പൊ ഒരു വ്യക്തിക്ക് കോപം നിറഞ്ഞാൽ ആ നിറയപ്പെട്ട കോപത്താലാണ് ആ വ്യക്തി നടത്തപ്പെടുന്നത്. ഒരു വ്യക്തിക്ക് അസൂയ നിറഞ്ഞാൽ ആ വ്യക്തി നിറയപ്പെട്ട അസൂയയാൽ നടത്തപ്പെടും. അങ്ങനെയെങ്കിൽ ബഹുമാന്യരായ പ്രിയപ്പെട്ടവരെ ഓർപ്പിക്കട്ടെ, ഒരു വ്യക്തി ആത്മനിറവുള്ള വ്യക്തിയാന്ന് പറഞ്ഞാൽ ആ വ്യക്തി നിറയപ്പെട്ട ആത്മാവിനാൽ നടത്തപ്പെടും. ഇന്ന് രാത്രി നാം പ്രാപിച്ചിരിക്കുന്ന ആത്മാവേലാണെന്ന് തന്നെത്താൻ ശോധന ചെയ്തോണം. ആത്മനിറവുണ്ടെന്ന് മനസ്സിലാകുന്നത് നിറയപ്പെട്ട ആത്മാവിനാൽ നടത്തപ്പെടും. ഇടയ്ക്ക് കയറി പറയാം, ഒരു വ്യക്തിക്ക് ആത്മനിറവുണ്ടെന്ന് എങ്ങനെ അറിയുന്നേ? ഒറ്റവാക്കി പറയാം, ആ വ്യക്തിയിൽ ആത്മാവിന്റെ ഫലം കാണണം, കണ്ടിരിക്കും. നിറയപ്പെട്ടത് ദൈവാത്മാവാണെങ്കിൽ നിശ്ചയമായിട്ടും ആ ദൈവാത്മാവിന്റെ ഫലം ആ വ്യക്തിയിൽ കാണും. വീണ്ടും ആവർത്തിക്കുക, ആവർത്തന വിരസതയാ കൂടുതലും. പിണങ്ങാതിരിക്കാമെങ്കിൽ പറയാം, പലരിലും വ്യാപരിക്കുന്ന ദൈവാത്മാവല്ല. അല്ല 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 തെളിവ്, ആത്മാവിന്റെ ഫലം കാണുന്നില്ല. വരം മിക്കവരിലും കാണുന്നുണ്ട്. വരമുണ്ട്, അതാണല്ലോ കൂടുതലും. പക്ഷേ ഫലം കാണുന്നില്ല. ഒരു കാര്യം ഉറപ്പിച്ചും തറപ്പിച്ചും പറയാം, പരിശുദ്ധാത്മാവിന് നിറവിനെ പ്രാപിച്ച നിന്നിൽ ദൈവാത്മാവിന്റെ ഫലം കാണണം.
ഫലത്തെ പറ്റി ഒന്നും പറയണ്ട, നിങ്ങൾക്കറിയാം, മനപ്പാഠമാ. ഗലാത്യ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയ ജയം. 9 കാര്യം അവിടെ. സിംഹഭാഗം ആൾക്കാരിലും ദൈവാത്മാവല്ല. കാരണം ഇത്രേ ഉള്ളൂ, ആത്മാവുണ്ട്, പക്ഷേ ഫലം കാണുന്നില്ല. ആത്മാവിന്റെ ഫലം ആദ്യത്തതാ എന്തുവാ? സ്നേഹം. അടുത്തിരിക്കുന്ന വിശ്വാസിയോട് കൈയും കൊടുക്കുന്നില്ല, മിണ്ടുന്നില്ല, മറുഭാഷയ്ക്ക് ഒരു കുറവില്ല. ദൈവാത്മാവല്ല. പണ്ട് AG ശോഭയിൽ പറഞ്ഞായിരുന്നു പപ്പുള്ളയുടെ ആത്മാവാന്ന്. ആയിക്കോട്ടെ, നിനക്ക് കൂട്ടു സഹോദരന് കൈ കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ, സംസാരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, സഹോദരങ്ങളോട് മാന്യമായിട്ട് ഇടപെടുവാൻ, സ്നേഹിപ്പാൻ, സംസാരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പ്രാപിച്ചത് ദൈവാത്മാവല്ല. കൊരിന്ത്യലേഖനം 13 ഞാൻ പഠിപ്പിക്കേണ്ട, നിങ്ങൾ നന്നായിട്ട് പഠിച്ചേച്ചിരിക്കുക. നിങ്ങളെല്ലാം പഠിച്ചേച്ചിരിക്കുകയാണല്ലോ. ഇപ്പം ഇരിക്കുന്നത് നിങ്ങൾ ബലപ്പെടാനിരിക്കല്ല. ഞാൻ പറയുന്നത് തെറ്റുന്നുണ്ടോ നോക്കിയിരിക്കുക. ഞാൻ പറയുന്നത് തെറ്റുന്നുണ്ടോന്നാണ് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുന്നത്. എനിക്ക് നിങ്ങളുടെ ഇരിപ്പ് കാണുമ്പോൾ അറിയാം. അപ്പോൾ എല്ലാം സഹിക്കുന്ന, ക്ഷമിക്കുന്ന, പൊറുക്കുന്ന ആ സ്നേഹം, ദൈവസ്നേഹത്തിന്റെ ഒരു പ്രത്യേകത. നമ്മളെ സ്നേഹിച്ചില്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കണം. അതാ കാൽവറിയിലെ സ്നേഹം, യേശുവിൻ്റെ സ്നേഹമല്ല. പണ്ടൊരു ഉപദേശം പറഞ്ഞത് ഞാൻ കടമെടുക്കുക. അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ ഈ ദൈവസ്നേഹം ആരുടെയും കയ്യിലില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞത്, സ്നേഹം പോലെ ഒരു സാധനം എല്ലാവരുടെയും കയ്യിലുണ്ടെന്ന്. ഇവിടെയുണ്ട്. ദൈവസ്നേഹം ആരുടെയും കയ്യിൽ ഇല്ല. അദ്ദേഹം പറഞ്ഞത് കടമെടുക്കുക, സ്നേഹം പോലെ ഒരു സാധനം എല്ലാവരുടെയും കയ്യിലുണ്ട്. നിങ്ങളുടെ എല്ലാം കയ്യിലുണ്ട്. ഉണ്ട്. അപ്പം അദ്ദേഹം ആ സാധനത്തിന് കൊടുത്ത പേര്, അതിൻ്റെ പേരാണ് ഇഷ്ടം. ഇഷ്ടം. അതിൻ്റെ പ്രത്യേകത, എന്നോട് ഇഷ്ടമാണ് എനിക്കും ഇഷ്ടം, നിങ്ങളോട് ഇഷ്ടമാണ് നിങ്ങൾക്കും ഇഷ്ടം. ചെല്ല് പറയുന്നത് കേട്ടിട്ടില്ലേ? ഓ, പുള്ളിക്ക് എന്നെ ഇഷ്ടമല്ല, എനിക്കും അങ്ങനെ ഇഷ്ടമൊന്നും അല്ല. എന്നാൽ ദൈവസ്നേഹമല്ല. എന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഞാൻ ഇഷ്ടപ്പെടണം, എന്നെ സ്നേഹിച്ചില്ലെങ്കിലും ഞാൻ സ്നേഹിക്കണം. ദൈവത്തിന് മഹത്വം. എന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഞാൻ ഇഷ്ടപ്പെടും, എന്നെ സ്നേഹിച്ചില്ലെങ്കിലും ഞാൻ. ഇതാണ് കാൽവറിയിലെ സ്നേഹം. അതാണ് സാക്ഷാൽ ദൈവസ്നേഹം. ദൈവത്തിന് മഹത്വം. ഒരു കാലത്ത് ഈ മാർഗം, ഈ സുവിശേഷം, യേശുവിൻ്റെ മാർഗം, യേശുവിനെ നമുക്ക് ഇഷ്ടമല്ലായിരുന്നു പലർക്കും. ലഘുലേഖ തന്നപ്പോൾ, സുവിശേഷം പറഞ്ഞപ്പോൾ, യേശുവിനെ പറ്റി പറഞ്ഞപ്പോൾ, നിർമ്മല സുവിശേഷം പറഞ്ഞപ്പോൾ, ദൈവദാസന്മാർ, ദൈവമക്കൾ അടുത്ത് വന്നപ്പോൾ, സുവിശേഷം പറയാൻ വന്നപ്പോൾ, ലഘുലേഖ തന്നപ്പോൾ, പ്രാർത്ഥനയ്ക്ക് വിളിച്ചപ്പോൾ, അതെല്ലാം നമ്മൾ തിരസ്കരിച്ചവരാ. അവരെ ആക്ഷേപിച്ചും അധിക്ഷേപിച്ചും പഴിച്ചും നിന്ദിച്ചും അവരെ തട്ടിക്കളഞ്ഞേച്ച് നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ ഓടിപ്പോയതാണ്. ഈ മാർഗം വേണ്ട, ഈ കാര്യങ്ങൾ വേണ്ട, നമ്മൾ തട്ടിക്കളഞ്ഞേച്ച് എൻ്റെയും നിങ്ങളുടെ ഇഷ്ടത്തിന് ഓടിപ്പോയതാ. എന്നാൽ പോയവൻ അതിലെ പോകട്ടെന്നും പറഞ്ഞ് യേശു പോയില്ല. ഞാനും നിങ്ങളും പോയ നമ്മുടെ പിന്നാലെ നമ്മളെ തേടി വന്നു. അങ്ങനല്ലേ അതിൻ്റെ പരമാർത്ഥം? പോയവൻ, എൻ്റെ ഭാഷ പറയാം, പോയവൻ അതിലെ ഒരു പോക്ക് പൊക്കോട്ടെന്ന് കണ്ടില്ല. ഞാനും നിങ്ങളും പോയ നമ്മുടെ പിന്നാലെ ഈ സ്നേഹം നമ്മെ തേടി വന്നു. അഴമരായി വന്നിൽ ആരറിവോ, 1000 നാവുണ്ട് നാലും ഞാനിതു ചൊൽവതിനാമോ, ഏതും ഒരംശം ഉരച്ചിടുവാൻ പരിധിലാർക്കെള്ളുതോ. ഏതും ഒരംശം ഉരച്ചിടുവാൻ പരിധിലാർക്കെള്ളുതോ. സ്നേഹമിതാൽചര്യമേ, ഓ അതിശയമേ, ഓ അതിശയമേ. ശോണിതാലേ ഞാനെന്നും പാടുമേ ഈ ദിവ്യ സ്നേഹത്തെ. ശോണിതാലേ ഞാനെന്നും പാടുമേ ഈ ദിവ്യ സ്നേഹത്തെ. ദൈവ കുഞ്ഞാടെ നിൽ സ്നേഹരസം എന്നകമേ വഴിഞ്ഞോടാ. ഉന്നതനെ സ്തുതി ചെയ്യുവാൻ മണ്ണിലൻ വേലയു തീർത്തിടുവാൻ
എന്നെ ഒരുക്കണമേ. മണ്ണിലൻ വേലയു തീർത്തിടുവാ എന്നെ ഒരുക്കണമേ. സ്നേഹമിതാശ്ചര്യമേ, ഓ അതിശയമേ, ഓ അതിശയമേ. ശോണിതലേ ഞാനെന്നും പാടുവേ ഈ ദിവ്യ സ്നേഹത്തെ. ശോണിതലേ ഞാനെന്നും പാടുവേ ഈ ദിവ്യ സ്നേഹത്തെ. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. എന്നെ കേൾക്കുന്ന പ്രിയരെ, യേശുക്രിസ്തുവിന്റെ സ്നേഹം, ദൈവ സ്നേഹം, എന്നെ സ്നേഹിച്ചില്ലെങ്കിൽ ഞാൻ സ്നേഹിക്കണം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ബഹുമാന്യരോട് പറയാ, നിന്നെ സ്നേഹിച്ചില്ലെങ്കിൽ നീ സ്നേഹിക്കണം. നിനക്ക് കൈ തന്നില്ലെങ്കിൽ നീ കൈ കൊടുക്കണം. നിന്നോട് മിണ്ടിയില്ലെങ്കിൽ നീ കയറി മിണ്ടണം. അതാണ് ദൈവ സ്നേഹം, അത് ആത്മാവിന്റെ ഫലം. പ്രൈസ് ദി ലോർഡ്. ഈ ചെറുടെ പ്രകൃതി കണ്ടിട്ടുണ്ടോ? അവരാദ്യം കാണും, എന്നിട്ട് പമ്മിയിരിക്കും കാണാത്ത രൂപത്തിൽ. ഇവനൊന്നും ഗുണം വന്നവനല്ല. അല്ലല്ല. പൊന്നച്ചൻ അങ്ങനത്തെ അനുഭവം വല്ല ഉണ്ടായിട്ട് കാണും. ഇരിപ്പ് കാണുമ്പോൾ എനിക്കറിയാം. സത്യം പറ ഇല്ലേ അച്ഛൻ? ഞാൻ അങ്ങനെ ഉണ്ടായിട്ടില്ലേ? അങ്ങ് തുറന്ന് പറ. അത് എനിക്കിഷ്ടം പോലെ ഉണ്ട്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും ചോദിച്ചാൽ പറയും. അവർ നമ്മളെ ആദ്യം കണ്ടു, എന്നിട്ട് പമ്മി ഇരിക്കുക കുറുക്കനിരിക്കും പോലെ. ഇടയ്ക്കിടയ്ക്ക് മാലക്കണ്ണിട്ട് നോക്കും. ഇങ്ങോട്ട് വന്ന് വിളിക്കുമോ ഇല്ല? അതൊന്നും ശരിയായ നടപടിയല്ല. ആദ്യം കാണുന്നവർ വിളിക്കുക. ആദ്യം കാണുന്നവർ അതതിൻ്റെ മര്യാദ. ദൈവസ്നേഹത്തിൻ്റെ പ്രത്യേക എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ അനന്തരം ലിയോ TPM പാസ്റ്റർ ബ്ലസൻ. ബാക്കി ഞാൻ പിന്നെ പറയാം. അപ്പൊ ശ്രദ്ധിക്കുക. ഇവിടെ പട്ടി ഇപ്പോൾ ഉണ്ടോ? അവിടെ പട്ടി, വലിയ പട്ടി, ബെൽറ്റിട്ട് മുറിക്കിയത്, അതൊക്കെ എൻ്റെ ഓർമ്മയിലുണ്ട്. അപ്പൊ ശ്രദ്ധിക്കുക, ദൈവസ്നേഹത്തിന്റെ പ്രത്യേകത, എന്നെ സ്നേഹിച്ചില്ലെങ്കിൽ ഞാൻ സ്നേഹിക്കണം. മസില് പിടിച്ചിരിക്കരുത്. അവൻ ഇങ്ങോട്ട് വന്ന് കൈ തരട്ടെ, എന്നെ കണ്ടുവിളിക്കട്ടെ, ഞാൻ വൈസ്രോയ്യ, ഞാൻ മൗണ്ട് ബാറ്റൺ പ്രഭുവാ. എടാ, ഏത് മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസമാ. എത്ര എണ്ണം നമുക്ക് മുൻപേ കടന്നുപോയി. ഞാൻ സങ്കടത്തോടാണ് ഇവിടെ നിൽക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ ഉണ്ടായിരുന്ന പലരും ഇപ്പോൾ ഇല്ല. അവർ കോവിഡിനോടുള്ള ബന്ധത്തിലൊക്കെ പലരും കടന്നുപോയി. ആമൻ, വളരെ ദുഃഖമുണ്ട്. നമ്മളെക്കാൾ മിടുക്കന്മാർ, ഉന്നതന്മാർ, ശ്രേഷ്ഠന്മാർ, കഴിവുള്ളവർ മാറ്റപ്പെട്ടപ്പോൾ നമ്മുടെ വിശുദ്ധി കൊണ്ടോ വേർപാട് കൊണ്ടോ പ്രാർത്ഥനയുടെ നൈപുണ്യം കൊണ്ടോ നിന്റെ കഴിവ് കൊണ്ട് നിന്നതല്ല. ദൈവത്തിന്റെ മഹാകരുണയാ, ദൈവത്തിന്റെ ദയ. ഇന്ന് രാത്രി കയ്യും കെട്ടി ആള് കളിച്ചു വായും പൂട്ടിയിരിക്കാതെ ദൈവത്തിന്റെ മകത്വം കൊടുക്കോ. സ്തോത്രം ചെയ്വി. അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. ഏകനായ മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവൻ അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവൻ അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. സകല ജഡത്തിനും ആധാരം തരുന്നവൻ അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. ഇന്ന് രാത്രി ഓർത്തോർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്ക. നമ്മുടെ കഴിവ് കൊണ്ടോ മിടുക്ക് കൊണ്ടോ സാമർത്ഥ്യം കൊണ്ടോ നിന്റെ പ്രാർത്ഥനാ ജീവിതം കൊണ്ടോ വിശുദ്ധ ജീവിതം കൊണ്ടോ നിന്നതല്ല. ദൈവത്തിന്റെ മഹാ കൃപയാ. ഇന്ന് രാത്രി ഓർത്തോർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്ക. ദൈവത്തിന്റെ പൈതല്, ദൈവം നിനക്ക് ആയുഷ് നൽകി, ദൈവം നിനക്ക് ആരോഗ്യം നൽകി, ദൈവം നിനക്ക് ബലം നൽകി. ഇന്ന് രാത്രി കൂടെ വരുവാൻ ദൈവം കൃപ ചെയ്തു. ആഴ്ചയിൽ നമ്മെ ഓർത്തരിച്ചല്ലോ, വീഴ്ചയെന്നിയേക തോമനിച്ചല്ലോ, വൈരികിൻ കയ്യിൽ നിന്നും വീണ്ടെടുത്തല്ലോ. ധൈര്യമായി നമുക്കും പാടിടാമല്ലോ, താൻ നല്ലവനല്ലോ, ദയ താൻ നല്ലവനല്ലോ, സ്തുതിയെന്നും അവന് താൻ ഉന്നതനല്ലോ, കൃപ ഉണ്ടല്ലോ, താൻ ഉന്നതനല്ലോ, കൃപ ചെയ്തിടുമല്ലോ. ദൈവത്തിന് മഹിതം കൊടുക്കാം. അപ്പൊ ദൈവസ്നേഹത്തിന്റെ പ്രത്യേകത, എന്നെ സ്നേഹിച്ചില്ലെങ്കിലും ഞാൻ സ്നേഹിക്കും.
എന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടും. ഒരു കാലത്ത് നമുക്ക് ഈ മാർഗം ഇഷ്ടമല്ല, നമ്മുടെ ഇഷ്ടത്തിന് ഇത് കേട്ടിട്ട് ഓടിപ്പോയപ്പോൾ പോയവനതിലേ പോകട്ടെന്ന് പറഞ്ഞു യേശു പോയില്ല. ഞാനും നീയും പോയ പിന്നാലെ നമ്മളെ തേടി വന്ന ദൈവസ്നേഹം ഒരു കണ്ണിന് പോലും ദയലോനാതിരുന്നപ്പോൾ എല്ലാവരും വെറുക്കപ്പെട്ട്, ഒറ്റപ്പെട്ട്, തള്ളപ്പെട്ട് പാപത്തിന്റെ പടികുടിയിൽ സങ്കീർത്തനക്കാരന്റെ ഭാഷയിൽ പറഞ്ഞാൽ പാതാളത്തിന്റെ ആടുകളായി മൃത്യു നമ്മെ മേയിച്ചിരുന്ന കാലത്തിൽ നിന്ന് കാൽവരിയിലെ സ്നേഹം നമ്മെ തേടിയെത്തി. കാൽവരിയിൽ ഒരുവൻ നമുക്ക് വേണ്ടി ജീവനെ തന്നു, ഒരുവൻ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നു. അവിടുത്തെ തിരിരക്തത്താൽ നമുക്ക് പാപമോചനവും വീണ്ടെടുപ്പും നൽകി നമ്മളെ രക്ഷിച്ച ആ ദൈവസ്നേഹത്തെ ഓർത്ത് ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്കുക. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. കാൽവരിയിലെ സ്നേഹം, കാൽവരിയിലെ സ്നേഹം. അവിടുന്ന് രക്തം നമുക്ക് വേണ്ടി ചീന്തി, അവിടുന്ന് നമുക്ക് വേണ്ടി ജീവനെ തന്നു, നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നു. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. പ്രൈസ് ദി ലോർഡ്. ഒന്ന് രണ്ട് കാര്യം പറഞ്ഞങ്ങ് നിർത്താം. ബാക്കി ദൈവം എന്ന് വെച്ചാൽ നാളെയും മറ്റന്നാളും ഒക്കെ ഉണ്ടല്ലോ കർത്താവ് അവസരം തരികന്നെ. ദൈവസ്നേഹത്തിന്റെ പ്രത്യേകത, എന്നെ സ്നേഹിച്ചില്ലെങ്കിൽ ഞാൻ സ്നേഹിക്കും. നമ്മുടെ പിന്നാലെ വന്നു. രണ്ട്, ദൈവസ്നേഹത്തിന്റെ പ്രത്യേകത, ഈ ദൈവസ്നേഹം അകത്ത് വന്നാൽ വല്ലതും കൊടുക്കാൻ തോന്നും, കൊടുക്കാൻ തോന്നും, കൊടുക്കാൻ. നമുക്ക് ദൈവസ്നേഹം വരുമ്പോൾ എടുക്കാനാ തോന്നുന്നത്. പണ്ട് ഉപദേഷ്ടാവ് പറഞ്ഞു സ്വോത്ര കാഴ്ച എടുക്കാമെന്ന്. പുള്ളി എടുത്തുകൊണ്ട് വീട്ടിലങ്ങ് പോയി. രാഴ്ചാൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന് വെച്ചു. പുള്ളി അങ്ങനെല്ലായിരുന്നു, എടുത്തോണ്ടങ്ങ്. അപ്പോൾ ചോദിച്ചു തന്നെ എടുക്കാനാ പുള്ളി പറഞ്ഞെന്ന് പറഞ്ഞു. സ്വോത്ര കാഴ്ച എടുത്തു, പുള്ളി എടുത്തു. അപ്പൊ ദൈവസ്നേഹം അകത്ത് വന്നാൽ കൊടുക്കാൻ തോന്നും. തെളിവ്, മാനവജാതിയോട് ദൈവത്തിന് സ്നേഹം തോന്നി. പാപത്തിന്റെ വടുകുടിയിൽ കിടക്കുന്ന മനുഷ്യവർഗത്തോട് പിതാവായ ദൈവത്തിന് സ്നേഹം തോന്നി. ആ സ്നേഹം പിതാവിന്റെ തിരുഹൃദയത്തിൽ വന്നപ്പോൾ പിതാവിനൊരു കാര്യം മനസ്സിലായി, ഞാൻ സ്നേഹിക്കുന്ന മനുഷ്യവർഗത്തിന് എന്തെങ്കിലും കൊടുക്കണം. എന്തെങ്കിലും ഒന്ന് കൊടുത്തവരെ തൃപ്തിപ്പെടുത്താനല്ല, ദൈവസ്നേഹം അകത്ത് കയറിയാൽ ഏറ്റവും നല്ലതിനെ കൊടുക്കും. അതുകൊണ്ട് അവന്റെ ഓമന കുമാരന് ഈ ലോകത്തിലേക്ക് നമുക്ക് വേണ്ടി തന്നത്. എല്ലാവർക്കും മനഃപ്പാഠമായ വാക്യമായ യോഹന്നാൻ 3:14, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവസ്നേഹം അകത്തോട്ട് കയറിയാൽ കൊടുക്കാൻ തോന്നും. എന്തെങ്കിലും ഒന്ന് കൊടുക്കാനല്ല, ഏറ്റവും നല്ലതിനെ. അതുകൊണ്ട് അതെന്റെ ഓമനകുമാരന് നമുക്ക് വേണ്ടി തന്നത്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നവരാ, ഞാൻ സ്നേഹിക്കുന്നവരാ. അങ്ങനെ സ്നേഹിക്കുമ്പോൾ കൊടുക്കണം, കൊടുക്കണം. എന്തോ കൊടുക്കണം. പക്ഷേ ഞാൻ കൊടുത്തായിരുന്നു 50 രൂപ സ്വോത്ര കാഴ്ച, ചുരുട്ടിയിട്ടിട്ടുണ്ട്. നമ്മുടെ കൊടുക്കാനേ കാശൊന്നും ദൈവത്തിന് വേണ്ട. ഇത് പിന്നെ ചിലവിന് വേണ്ടിയാ. ചില പറയാം, ഞാൻ ദൈവത്തിന് വേണ്ടി 10 സെന്റ് സ്ഥലം 5 ഏക്കറുള്ളവനാ, 10 കൊടുത്തേച്ച് ശീലാന്തിയെ കയറിയിരിക്കുക. അതിൻ്റെ ആധാരം ഇതുവരെ എഴുതി കൊടുത്തിട്ടും ഇല്ല. സ്ഥലമൊന്നും പറയുന്നില്ല. ഹോളിൻ്റെ പകുതി തള്ളയുടെ പേര്, പകുതി ചർച്ചിൻ്റെ പേര്. പൊളിക്കാനും വെക്കുകയില, പണിയാനും. എന്നിട്ട് തള്ള ഒരു കസാര ഇട്ട് കുളക്കോടി ഇരിക്കുമ്പോൾ ഇരിക്കുക. എവിടാന്ന് എന്നോട് ചോദിക്കരുത്. ഇങ്ങനെ കൊടുക്കുന്നത് ചിലര്. എന്തെങ്കിലും ഒന്ന് കൊടുക്കാനല്ല. അതാ നല്ലത്. സ്തോത്രം. കാരണം പുള്ളി ഇനിയും വേറെ ഒന്നും പറയരുതെന്നായിരിക്കും പ്രാർത്ഥന. ദൈവത്തിന് മഹത്വം. നല്ല കാര്യം. എന്തെങ്കിലും കൊടുക്കുകയല്ല, ഏറ്റവും നല്ലതിനെ കൊടുക്കണം. ദൈവം തമ്പുരാനും തിരുഹിതമുണ്ടായി തൻ്റെ പുത്രനെ കൊടുത്തു, നമുക്ക് വേണ്ടി ജീവനെ തന്നു. ഏറ്റവും നല്ലതിനെ നമ്മൾ കൊടുക്കേണ്ടത് വസ്തുവും കാശും ഒന്നുമല്ല, നമ്മളെ അങ്ങ് കൊടുത്തേക്കണം. കർത്താവേ, എൻ്റെ കയ്യിലൊന്നും തരാനില്ല, ഇന്ന് രാത്രി എന്നെ തരിക, എനിക്ക് എന്നെ നിനക്ക് തരിക. ഒരു സമർപ്പണം. 8:59 നിർത്തുക, മതി. ചിലക്ക് എന്നെപ്പറ്റി ഒരു ധാരണ, എനിക്ക് ബോധവും വെളിവൊന്നുമില്ലെന്നാ. 9 നിർത്താനാ പറഞ്ഞ. 8:59 മതി, അത് മതി. ഗുണവാകാനാന്ന ഇത് മതി.
ഇത് മതി, ഇത് തന്നെ കൂടുതലാണ്. ഇന്ന് രാത്രി നമ്മെ ഒന്ന് കൊടുക്ക. താവേ, പൈസയൊന്നും എൻ്റെ കയ്യിലില്ല, വസ്തു ഒന്നുമില്ല, എന്നെ നിനക്ക് നല്ലവണ്ണം അറിയാം, ഇന്ന് രാത്രി എന്നെ അങ്ങ് തരിക. എല്ലാവരും ഒരു സമർപ്പണത്തോടെ, ഇനി എനിക്ക് ആയുസ്സ ആരോഗ്യ അവസരം തന്നാൽ അങ്ങയ്ക്ക് വേണ്ടി മാത്രം. ആ പഴയ പാട്ടിന്റെ ഒരു ചരണം പാടി ഇന്ന് രാത്രി നിർത്താം. മുറ്റുഞാൻ താരും നീതാ പൂനീഷേ മുഴുവൻ ദേഹം സമസ്തം എന്നേക്കും